ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറി വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അതിലേക്ക് തക്കാളി അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുമ്പോൾ പൊടികളും ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് പൂരിയാട്ടം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരുമല്ലോ. അപ്പോൾ അത് ആദ്യമേ തന്നെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട വേവിക്കാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടയും വേവായിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞതിന് ശേഷമാണ് പൊടി ഇട്ട് കൊടുക്കുകയുള്ളൂ. പൊടി എന്ന് പറയുമ്പോൾ മുളക് പൊടിയും ഗരം മസാലപ്പൊടി മാത്രമായിട്ട് ഇട്ട് കൊടുക്കാറുള്ളൂ. ഇത് സിമ്പിളായിട്ട് വയ്ക്കണ മുളകിട്ട ഒരു കറിയാണ്. ഇനി ഈ മുട്ടയൊക്കെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് അത് തോടൊക്കെ പൊളിച്ചെടുക്കണമല്ലോ. അപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അതൊന്ന് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചട്ടിയിൽ നമ്മൾ മൺചട്ടിയിൽ മുട്ട വേവിക്കുകയാണെങ്കിൽ മുട്ട ഇങ്ങനെ ഡാമേജ് ആയി പോകാറില്ല കേട്ടോ. നമ്മളിപ്പോൾ കുക്കറിലും ഒക്കെ വേവിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു മുട്ടയുടെ അകത്തു നിന്നൊക്കെ പൊട്ടി വെള്ളയൊക്കെ പുറത്തേക്ക് വരൂലേ. ഇതങ്ങനെ വരണതായിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പൊട്ടിയ മുട്ട ഇട്ട് വേവിച്ചാൽ പോലും അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ സ്പ്രെഡായി പോവണ കാണാറില്ല. അത് ആ മുട്ടയുടെ ആ വായ്ഭാഗത്ത് തന്നെ വന്നിട്ട് അതിങ്ങനെ അടഞ്ഞ് ഇരിക്കും പോലെ എനിക്ക് പല പ്രാവശ്യം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, മൺചട്ടിയിൽ മുട്ട വേവിക്കുമ്പോൾ. പിന്നെ ഇത് മസാല പൊടികളൊക്കെ ഇട്ടിട്ട് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് ചാറ് തിളച്ച് വരുമ്പോൾ മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി തിളച്ച് കുറുകുമ്പോൾ തീ ഓഫ് ചെയ്യാം. അങ്ങനെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ പൂരി നമ്മൾ പരത്തി എടുക്കണ്ടിട്ട് പ്രസ്സിൽ. അപ്പോൾ അതും അപ്പുറത്താണ് പൂരി. ഈ അടുപ്പിൽ ഞാൻ പൂരി ഉണ്ടാക്കാറില്ല. അപ്പം എണ്ണയൊക്കെ പൊട്ടിത്തെറിക്കണ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു അടുപ്പുണ്ടല്ലോ, അവിടെയാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഞാൻ ഉണ്ട ആദ്യമേ ഇട്ട് വെച്ചത് അവൾ പരത്തുന്നുണ്ട്. മോളവിടെ നിന്നിട്ട് പരത്തുന്നുണ്ട്. പിന്നെ ഞാൻ ബാക്കി എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യണതനുസരിച്ച് ചൂടോടുകൂടി തന്നെ കുട്ടികൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മൊത്തത്തിലത് വീഡിയോ എടുക്കാനൊന്നും കിട്ടില്ല. എല്ലാവരും അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഇതിൻ്റെ ബാക്കി അനുബന്ധമായിട്ട് പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കഴുകി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജിൽ കുറേ പച്ചക്കറികൾ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ കേടാവാറായതും കേടാവാത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് തരംതിരിച്ച് മാറ്റിയിട്ട് പെട്ടെന്ന് കേടാവാൻ പോണത് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കറികളാക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ടായി, അത് മസാല പുരട്ടി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കുക്ക് ചെയ്തൊന്നും എടുത്തില്ല കേട്ടോ വീഡിയോ. ഇപ്പോൾ വഴുതനങ്ങ കുറച്ചുണ്ടായി, പച്ച വഴുതനങ്ങ, അത് ഇതുപോലെ മെഴുക്ക് പുരട്ടിയാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പാവയ്ക്ക, അതും മെഴുക്ക് പുരട്ടിയാക്കി വെച്ചിട്ടുണ്ട്. മീനും ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മീനിനകത്ത് കുറച്ച് പനിഞ്ഞിലുണ്ടായിട്ട് അതും ഫ്രൈ ചെയ്ത് വെച്ചതാണ് ഞാൻ ആദ്യം കാണിച്ചു തന്നത്. അപ്പോൾ ഇന്ന് കറികൾ അതൊക്കെ മതിയെന്ന് വിചാരിച്ച് പച്ചക്കറികൾ കൊണ്ടുള്ള കറികളൊക്കെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഊണൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം സിറ്റ് ഔട്ടിലൊക്കെ ഒന്ന് വന്നിരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരും നമ്മുടെ കൂടെ വരും കേട്ടോ. നമ്മൾ എവിടെയാണ് ഇരിക്കണത് അവിടെയാണ് ബ്യൂട്ടിയും ക്യൂട്ടിയും വന്നിരിക്കുകയുള്ളൂ. ക്യൂട്ടി അപ്പുറത്തുണ്ടായിട്ടെ, ഞാൻ ഫോണായിട്ട് വന്നപ്പോൾ അവൾ എണിച്ച് പോയിട്ടുണ്ട്. ബ്യൂട്ടിക്ക് പിന്നെ ഒന്നും വിഷയമല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അവൾ കണ്ണ് തുറന്ന് നോക്കിയിട്ട് ഇപ്പോൾ കിടക്കണുണ്ടെങ്കിൽ ഒന്നും അറിയാത്ത സാധുവിനെ പോലെ ഉണ്ട്. പക്ഷേ ഞാൻ വന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ ഇവൾ കണ്ടിട്ട് ഇവൾ നന്നായിട്ട് പോസ് ചെയ്ത് തന്നെയാട്ടോ. ഇവൾ കണ്ണ് തുറന്ന് നോക്കിയിട്ട് വീണ്ടും അതേ പോസിൽ കിടക്കണതാണ് വീഡിയോ എടുത്തോളാൻ പറഞ്ഞിട്ട്. അങ്ങനെ നല്ല കുറുമ്പിയാട്ടോ ഇവളുടെ സ്വഭാവം. ക്യൂട്ടിക്ക് ഇപ്പോൾ പയ്യെ പയ്യെ ഇണങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്യൂട്ടി വീഡിയോ എടുക്കാൻ സമ്മതിക്കുമ്പോൾ അവന് ഇങ്ങനെ ദൂരം നിന്ന് നോക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ അവൻ എന്നിട്ട് ഇതിൻ്റെ ദീവാങ്കോട്ടിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ സുഖമായിട്ട് ഇവർക്ക് ഈ ടൈലയിൽ ഇങ്ങനെ കിടക്കണത് നല്ല ഇഷ്ടമായിട്ടോ. തണുപ്പ് കിട്ടുമല്ലോ. ഇപ്പോൾ ചൂട് സമയത്ത് ഇവരിങ്ങനെ തണുത്ത സ്ഥലങ്ങൾ നോക്കി ഇങ്ങനെ പതിഞ്ഞ് കിടക്കും. അപ്പോൾ ബ്യൂട്ടി ഇതിൻ്റെ അടിയിൽ പോയി കിടക്കാട്ടോ. അപ്പം ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ബ്യൂട്ടി അവിടെ നിന്ന് എണിച്ച് പോവാണ്. ഇവൻ്റെ കാല് ഞൊണ്ടി നടന്നത് ഞാൻ പറഞ്ഞില്ല, അത് ഇതുവരെയും ശരിയായിട്ടില്ല കേട്ടോ. ഇനി ഇത് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നണത്. കാരണം അതിങ്ങനെ ഒരു കാലിങ്ങനെ തൂങ്ങിയ പോലെ കിടക്കുകയാണ്. അതിന് ശരിയാവുമോ അറിയില്ല. ഇപ്പോഴും ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി തന്നെ നടക്കണത്. മറ്റേ ബ്യൂട്ടിയുടെ മുറിവെല്ലാം ഉണങ്ങി ശരിയായിട്ടുണ്ടായി. എന്തായാലും ഇത്തവണ വീഡിയോ എടുക്കാൻ അവിടെ പോസ് ചെയ്ത് തന്നെ ഉണ്ട്, എണീറ്റ് പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഏത് സമയം ഇങ്ങനെ ക്ലീനിങ് ആട്ടോ. കിടന്നിങ്ങനെ വയറ് നിറച്ച് ഫുഡ് കഴിക്കണം, കിടക്കണം, പിന്നെ ഇങ്ങനെ ബോഡി മുഴുവൻ ക്ലീനിങ്, എപ്പോൾ നോക്കിയാലും ക്ലീനിങ് ആണ്.
അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അവളവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ഞാൻ ഇവർക്ക് ഷവർമ്മ വേണമെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, എങ്ങും പോകാണ്ടൊക്കെ ഇരിക്കുകയല്ലേ, അപ്പോൾ അവരുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് വിചാരിച്ച് ഷവർമ്മ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനെന്നാൽ ചായയും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ട് ഷവർമ്മ ഞാൻ പൊട്ടിച്ച് എടുത്ത് പാത്രത്തിലാക്കിയതാണ്. പിന്നെ ഞാൻ അപ്പുറത്ത് ചായ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി അവർക്ക് കഴിക്കാനായിട്ട് സെർവ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പൂച്ചകൾ നമ്മുടെ കാലിന് ചുറ്റും കിടന്നിട്ട് കറങ്ങണ്ടിട്ട് ഷവർമ്മ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ മണം അടിച്ചിട്ട് ഇനി ഒരു രക്ഷയില്ല, അവർക്ക് കൊടുക്കാതെ അവർ സമ്മതിക്കുകയില്ല. അങ്ങനെ അവരുടെ അടുത്ത് അവരിൻ്റെ താഴെയുണ്ട്, മക്കൾ കഴിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.